ഹായ് ഫ്രണ്ട്സ്, ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ഈദ് വ്ളോഗാണ്. ഇപ്പോൾ കൊറോണയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വിശേഷങ്ങളൊന്നുമില്ല. എങ്കിലും ഇന്നത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ ഒരു 5:15 ആയപ്പോഴത്തേക്കും എണീറ്റു. ഞാനെന്നും പെരുന്നാളിന് എണീച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നോക്കുന്നത് കൈകളാണ്. നന്നായിട്ട് ചുമന്നിട്ടുണ്ടോ, നന്നായിട്ട് ഡിസൈൻ നന്നായിട്ടുണ്ടോ, അതൊക്കെയാണ് നോക്കുന്നത്. എന്നിട്ട് നേരെ കിച്ചണിലേക്ക് കയറി ബിരിയാണി ഗ്രേവി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. ഞാനിങ്ങനെയുള്ള ഗ്രേവികൾ എന്താണെങ്കിലും ഞാൻ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അടിയിൽ പിടിക്കാണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സവാളയൊക്കെ ആണെങ്കിലും പെട്ടെന്ന് വഴണ്ട് കിട്ടുന്നുണ്ട്. സവാള, ഇഞ്ചി, വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം ഞാൻ രാവിലെ എണീറ്റിട്ട് തന്നെയാണ് ചെയ്തെടുത്തത്. ഇറച്ചി മാത്രം ഞാൻ തലേന്ന് വേവിച്ചിട്ടായിരുന്നു. അപ്പോൾ തലേന്നത്തെ ഇറച്ചി വേവിച്ച വെള്ളത്തിലാണ് ഞാൻ ബിരിയാണി ഇന്ന് ഉണ്ടാക്കുന്നത്. അത് ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു തരാം. ഈ ഗ്രേവി ഉണ്ടാക്കുന്നത് ഞാനൊന്നും എല്ലാ ഭാഗമൊന്നും കാണിക്കുന്നില്ല, ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇവിടെ സവാളയൊക്കെ വഴണ്ട് വന്നപ്പോഴത്തേക്കും ഞാനിവിടെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് തക്കാളിയും കുറച്ച് തൈരും പൊടികളും പിന്നെ ഇറച്ചിയിട്ട് ഒരു 20-25 മിനിറ്റ് സിമ്മിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി മാറ്റി വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ അടുപ്പത്തേക്ക് വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് 1 കപ്പ് സൂചി ഗോതമ്പും വെള്ളവും കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്ത് 3 വിസിലിൽ വേവിച്ചെടുക്കുകയാണ്. 3 വിസിലിൽ തന്നെ നമുക്ക് സൂചി ഗോതമ്പ് നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടുന്നുണ്ട്. ആ വെന്ത് തന്നെ ടൈമിൽ ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് ഓർത്ത്. ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇതിന് ഡ്രസ്സ് മേടിക്കുന്നില്ല എന്ന് തന്നെ ഓർത്തിരുന്നത്. പക്ഷേ എനിക്ക് ഇഷാനാക്കും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ചെയ്ത ഡ്രസ്സുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഈ ആദ്യത്തെ ഫ്രോക്ക് ഞങ്ങളുടെ ഒരു എളിയമ്മ ഇഷാനാക്ക് വേണ്ടി മേടിച്ചു കൊടുത്തതാണ്. ഈ ഫ്രോക്കാണ് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്ത ഡ്രസ്സ്. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബനിയനും ജീൻസും ഫൗസാന് വേണ്ടിയിട്ട് ഉമ്മച്ചി മേടിച്ചു കൊടുത്തതാണ്. ഈ ഒരു ഡ്രസ്സ് ഞാൻ ഇതിന് മുന്നേ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തതാണ്. ഇത് ഞാൻ ഒന്ന് നിവർത്തി കാണിക്കാം കേട്ടോ. ഇതിൻ്റെ റേറ്റൊക്കെ കാര്യങ്ങളും ഞാൻ പറയാം. പിന്നെ ഈ ഒരു ബനിയനാണ് നിയാസ്കാക്ക് വേണ്ടിയിട്ട് എടുത്തതാണ്. സാധാരണ ജീൻസും ഷർട്ടൊക്കെ എടുക്കുന്നതാണ്. ഇപ്പം ഇത്തവണ ഒരു ബനിയൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ ഇതിൻ്റെ ഡ്രസ്സ് ഇതാണ്. ഒരു റെഡ് ഷിഫോണിൻ്റെ മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഈ സൈഡിൽ പ്ലീറ്റഡ് ആയിട്ടുള്ളതാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ അരികത്ത് ഏറ്റവും അടിയിലായിട്ടും ഇതുപോലെ ബോർഡറും കൊടുത്തിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ സിമ്പിളായിട്ട് ഇടാനും അതുപോലെ തന്നെ വേണമെങ്കിൽ പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഷോള് റെഡിമെയ്ഡായിട്ട് എടുത്തിട്ട് അതിൻ്റെ അരികത്ത് ബോർഡർ വെച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മെറ്റീരിയൽ നമ്മൾ തലയിലിടുമ്പോൾ ഇച്ചിരി ഒരു കട്ടി കുറവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിൻ്റെ അരികിലും ഇതുപോലെ 2 സൈഡിലും ഇതുപോലെ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു ഡ്രസ്സ് നമുക്ക് ഒരുപാട് വർക്ക് ഇഷ്ടമല്ലാത്തവർക്കാണെങ്കിൽ പോലും നമുക്ക് പാർട്ടിവെയറായിട്ട് സിമ്പിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ്. വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നുള്ളവർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം. അപ്പോൾ അത് കാണുന്നുള്ളവർക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഇവിടെ കുക്കറിൽ 3 വിസിലോളം അടിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റ് വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കിലോ ശർക്കരയുടെ പാനിയാണ് ഞാനിവിടെ ഒഴിച്ചു കൊടുക്കുന്നത്.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 ഏലക്ക പൊടിച്ചതും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആ നെയ്യും ഏലക്കാപ്പൊടിയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് അത്യാവശ്യം തിളയൊക്കെ വന്നിട്ടുണ്ട്, കുറച്ച് വറ്റിയിട്ടുമുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2ാം പാല് ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വീണ്ടും വെള്ളത്തിള വന്ന് തുടങ്ങുമ്പോൾ ഒന്ന് ജസ്റ്റ് കുറച്ച് വെച്ചിട്ട് നമുക്ക് 1ാം പാലും ഒരു 1.5 കപ്പോളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ട് കൊടുക്കാൻ മറന്നുപോയി, അപ്പോൾ ഞാനത് ഇറക്കി കഴിഞ്ഞ് ലാസ്റ്റാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ഇത് അത്യാവശ്യം ലൂസായിട്ട് തന്നെ ഇരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഓഫ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇരിക്കുമ്പോൾ നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൂസായിട്ട് തന്നെ എടുക്കുക. അപ്പോൾ അതുകൊണ്ട് വറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് അധികം തിള വന്നതിന് മുന്നേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ അതാ ഇവിടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ വറുത്ത് ഇതുപോലെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ ഇവിടെ നല്ല സൂപ്പർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ ഇവിടെ പായസമൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിള്ളേർക്ക് ഉടുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫൗസാൻ ഇഷാനയുടെ ഫോട്ടോയൊന്നും എടുക്കാൻ സമ്മതിക്കുന്നില്ല. അവൻ്റെ തന്നെ എടുത്താൽ മതി എന്ന് പറഞ്ഞ പ്രശ്നമാണ്. അങ്ങനെ അവൻ പോസ് ചെയ്യണതാണ്. അല്ലെങ്കിൽ വിളിച്ചാൽ ഭയങ്കര ഡിമാൻഡാണ്. ഇപ്പോൾ അവളുടെ എടുക്കാൻ പോയപ്പോൾ സമ്മതിക്കുന്നുണ്ട് നിൽക്കണതാണ്. അപ്പോൾ ഞങ്ങൾ കുളിച്ച് ഉടുപ്പൊക്കെ ഇട്ടിട്ട് പിന്നെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പത്തിരി ഇറച്ചിയും കഴിക്കാൻ പോണെയാണ്. സാധാരണ പള്ളിയിൽ പോകണമെന്ന് മുന്നെയാണ് പത്തിരി ഇറച്ചിയും കഴിക്കുന്നത്. ഇത്തവണ പള്ളിപ്പോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാണ് ഫുഡൊക്കെ കഴിച്ചത്. അപ്പോൾ അതാ ഇവിടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇവരുടെ ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട്. കുട്ടികളുടെ ഫോട്ടോ എടുക്കാൻ വലിയ പാടുള്ള കാര്യമാണ്. ഒരു 10-20 ഫോട്ടോസൊക്കെ എങ്കിലും എടുത്താലാണ് ഇവരുടെ 5 ഫോട്ടോ എങ്കിലും നല്ലതൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ് ഇവർ രണ്ടുപേരെ ഒന്ന് ഇരുത്തിയേക്കണെയാണ് ഫോട്ടോ എടുപ്പിക്കാനായിട്ട്. നേരത്തെ ഫൗസ മാത്രമായിരുന്നപ്പോൾ ഒരാളുടെ ഫോട്ടോ എടുത്താൽ മതിയായിരുന്നു. ഇപ്പോൾ ഒരാളെ വിളിക്കുമ്പോൾ ഒരാൾ പോകും. വലിയ പാടുപെട്ടിട്ടാണ് രണ്ടുപേരുടെ ഫോട്ടോസൊക്കെ ഒന്ന് എടുത്ത് കഴിഞ്ഞത്. അപ്പോൾ ഇതാ ഇവിടെ അവസാനം ഫോട്ടോ എടുത്ത് ഇവിടെ കിടപ്പിലായിട്ടുണ്ട്. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തിട്ട് ലാസ്റ്റ് ഇവരുടെ ഒരു 3-4 ഫോട്ടോസ് നല്ലതൊക്കെ കിട്ടിയിട്ടുണ്ട്. ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു 12-12:30 ആയപ്പോഴത്തേക്കും ഞാൻ ബിരിയാണിക്കുള്ള റൈസ് ഉണ്ടാക്കാനായിട്ട് കയറി. അപ്പോൾ ഞാൻ തലേന്ന് വേവിച്ച് വെച്ച മട്ടൻ്റെ വെള്ളം ഇന്ന് ബിരിയാണി വെക്കാനുള്ള വെള്ളത്തിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ തിളപ്പിക്കാൻ വെക്കുന്നത്. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ഞാൻ കണക്കാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കൊന്ന് റൈസൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് തന്നെ ഞാൻ നെയ്യ് ഒഴിച്ചിട്ട് ജസ്റ്റ് മസാലകളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ റൈസ് തമ്മിലൊന്ന് ജസ്റ്റ് വിട്ട് കിട്ടുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ വെള്ളം ജസ്റ്റ് ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം.
ഇനി ജസ്റ്റ് ഒന്ന് തിള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് സിമ്മിലിട്ടിട്ട് നമുക്ക് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇവിടെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. ഈ ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മസാല ഇട്ട് കൊടുക്കണം. ചൂടോടുകൂടി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും മസാല ചോറിലേക്ക് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇവിടെ മട്ടൻ്റെ മസാല നമ്മൾ ഇതുപോലെ നിരത്തി വെച്ചിട്ട് ഒരു 30 മിനിറ്റോളം മൂടി വയ്ക്കുകയാണ്. അപ്പോൾ അത് 30 മിനിറ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ മസാല അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഒരുപാടൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇടാം. അപ്പോൾ അതാ ഇവിടെ ബിരിയാണി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് സവാളയും കാഷ്യൂനട്ടും കിസ്മിസൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു രീതിക്ക് ഇറച്ചിയുടെ വെള്ളം എടുത്തിട്ട് അതിൽ നമ്മൾ റൈസ് കുക്ക് ചെയ്യുകയാണെങ്കിൽ ചോറിനൊക്കെ നല്ല സോഫ്റ്റ് ഉണ്ടാവും, നല്ല മഴ ഉണ്ടാവും. അപ്പോൾ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഇത്തിരി നേരമൊക്കെ ഇരുന്നിട്ട് ഇതാ ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ ഇവിടെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുന്നതോടുകൂടി നമ്മുടെ പെരുന്നാളൊക്കെ കഴിയാനായി. അപ്പോൾ ഇതാ ഇവിടെ അവസാനം പെരുന്നാപ്പൊടിയൊക്കെ എണ്ണുന്ന തിരക്കിലാണ്. എത്ര കിട്ടി രൂപ വെച്ചിട്ട് അവസാനം? ഉമ്മയ്ക്ക് തരുമോ പെരുന്നാപ്പൊടി? പെരുന്നാപ്പൊടി തരും ഉമ്മയ്ക്ക്? ഒരു 10 രൂപ എടുക്കാം. വാപ്പിക്ക് ഒരു പ്ലേസ് ആട്ടെ.